ഈ ലേഖനം നാം വായിച്ചാൽ, ലേഖനം പഠിച്ചാൽ വളരെ സുപ്രധാനമായിരിക്കുന്ന ഒന്ന് രണ്ട് ചിന്തകൾ ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാനുണ്ട്. ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണെന്ന് മറക്കരുത്. ഈ ലേഖനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, എടുത്താട്ടെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ, അതിന്റെ 21-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമല്ലോ. 1-ന്റെ-21-ാമത്തെ വാക്യം വായിച്ചു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. മതി, താങ്ക് യു. ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഒരു ലോകമനുഷ്യൻ ഈ വാക്യം വായിച്ചാൽ വളരെ വിരോധാഭാസമായി തോന്നാവുന്ന ഒരു വാക്യമായി. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. ഈ ലോക മനുഷ്യർക്ക് അങ്ങനെ പറയാൻ ഒക്കത്തില്ല. നമുക്കറിയാം, ഈ ലോകത്തിലെ മഹാന്മാരും പ്രധാനപ്പെട്ട പലരും മരിക്കുമ്പോൾ ലോകം പറയുന്നത് അവർ നഷ്ടമാണെന്ന് പറയുന്നത്, അല്ലേ? ഇന്നയാൾ മരിച്ചത് നമുക്ക് ഒരു വലിയ നഷ്ടമാണെന്ന് പറയാറുള്ളത്. പക്ഷേ പൗലോസ് പറഞ്ഞത് കണ്ടോ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് എന്താണ്? ലാഭവുമാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? പൗലോസ്. ക്രിസ്തുവിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ യേശു ആരാ? ജീവന, അല്ലേ? കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. അപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ജീവനാണ്. യേശു ജീവന്റെ നായകനാണ്. മാത്രമല്ല, യേശു ക്രിസ്തു നമ്മുടെ സകലത്തിന്റെ മാതൃകയാണ്. കൂടാതെ മരണത്തിന് പോലും യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, അല്ലേ? യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ സാത്താനും സംഘവും പെരുമ്പറ കൊട്ടി ആഘോഷം നടത്തി കാണും, ഇവൻ മരിച്ചല്ലോ എന്നോർത്ത്. പക്ഷേ നമ്മുടെ കർത്താവ് 3-ാം ദിവസം മരണത്തെ ജയിച്ച് എഴുന്നേൽക്കുവാനായിട്ടിടയായി. ഇതെല്ലാം ആർക്കറിയാം? പൗലോസിനറിയാം. അപ്പോസ്തലനായ പൗലോസിനറിയാം. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ, താന് യേശുവിനെ അറിഞ്ഞത് മുതൽ താൻ ജീവിച്ചത് മുഴുവനും ആർക്ക് വേണ്ടിയായിരുന്നു? യേശുവിന് വേണ്ടി മാത്രമായി. തനിക്ക് വേണ്ടി അല്ല പൗലോസ് ജീവിച്ചത്, അല്ലേ? ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ് ആര് ജീവിച്ചത്? പൗലോസ് ജീവിപ്പാനിടയായ. തന്റെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും തന്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി പൗലോസ് ജീവിച്ചില്ല. ജീവിതത്തിന്റെ മുഴുവൻ ആയുസ്സും പൗലോസ് ജീവിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? യേശു ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു. നമുക്കറിയാം, മനുഷ്യൻ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാ? അനേക കാര്യങ്ങൾക്ക് വേണ്ടിയാ. ചില ഭർത്താക്കന്മാര് പറയാറുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ചില അമ്മമാര് പറയാറുണ്ട്, ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. കേട്ടിട്ടില്ലേ? നമുക്ക് ഇന്ന് ധാരാളം കേൾക്കാൻ കഴിയുന്ന ഒരു പല്ലവിയാണ്. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന പലർക്കു വേണ്ടിയും പലതിനും വേണ്ടിയാണ് ഇന്നത്തെ ലോകജനം ജീവിക്കുന്നത്. എന്നാൽ പൗലോസിനെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് ഗ്രഹിപ്പാൻ കഴിയും. പൗലോസിനെ ഒന്ന് നോക്കിക്കേ. പൗലോസ് പ്രവർത്തിക്കുന്നതും പൗലോസ് സംസാരിക്കുന്നതും പൗലോസ് പണിയെടുക്കുന്നതും പൗലോസ് എഴുതുന്നതും
എന്ന് വേണ്ട, പൗലോസ് ജീവിക്കുന്നതിന്റെ എല്ലാ തുകയും നോക്കിയാൽ പൗലോസ് ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ് പൗലോസ് ജീവിപ്പാനായിട്ടിടയായത്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ മനുഷ്യരായിരിക്കുന്ന നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾ ജീവിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലോകത്തിലെ പല കാര്യങ്ങളായിരിക്കും പറയാനുണ്ടായിരിക്കുന്നല്ലേ, തീർച്ചയായിട്ടും. എന്നാൽ പൗലോസ് ജീവിച്ചത് മുഴുവനും ആർക്ക് വേണ്ടിയായിരുന്നു? ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ് പൗലോസ് ജീവിക്കുവാനിടയായത്. അപ്പോൾ ഈ ലേഖനത്തിലെ വളരെ സുപ്രധാനമായ ഒരു ചിന്തയാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമാണ്. എന്താ കാരണം? ഈ ലോകത്തിൽ താൻ ജീവിക്കുകയാണെങ്കിൽ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടിയാ. മാത്രമല്ല, മരിച്ചാലോ താൻ ക്രിസ്തുവിനോട് ചേരുകയാണ്. അതാണ് താൻ പറഞ്ഞത്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പൗലോസ് പറയുവാൻ കാരണം. ഇനി ഈ ലേഖനത്തിലെ മറ്റൊരു സുപ്രധാന ചിന്തയെന്ന് പറയുന്നത്, ഒന്ന് വായിച്ചേ, അതിന്റെ 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ന്റെ 1-ാം വാക്യം. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. മതി. അതിന്റെ 4-ാം വാക്യം കൂടെ വായിക്കാമോ? 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. മതി. ഈ ലേഖനത്തിലെ സുപ്രധാനമായ മറ്റൊരു ചിന്തയാണ് കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളത്. ഈ ഒരു ചിന്ത മാറ്റി നിർത്തിയിട്ട് ഈ ലേഖനം നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഒരു കാരണവശാലും ഈ ലേഖനം പഠിക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് 19 പ്രാവശ്യത്തോളം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് സന്തോഷം എന്നുള്ളതായിരിക്കുന്ന വാക്ക്. ഈ ലേഖനത്തിൽ ഏതാണ്ട് 19 പ്രാവശ്യം സന്തോഷം ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാക്ക് ഏതാണ്ട് 19 പ്രാവശ്യം നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഓർപ്പിക്കാം. അപ്പോൾ ഈ ഒരു ചിന്തയാണ് ഈ ലേഖനത്തിന്റെ സുപ്രധാനമായിരിക്കുന്ന മറ്റൊരു ചിന്ത. കർത്താവിൽ എന്ത് ചെയ്യണം? സന്തോഷിപ്പീൻ എന്നുള്ളതായ ചിന്തയാണ്. ഇനി ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാനത് പിന്നീട് അതിന്റെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. ഈ ലേഖനത്തിന്റെ വിഭജനം പല നിലകളിൽ വിഭജിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. അത് ഞാൻ പറയാം. ഒരു 3-4 വിഭജന രീതി ഞാൻ പറയാം. അത് നിങ്ങൾ നോട്ട് ചെയ്തോണം. കാരണം നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അതിന്റെ വിഭജന രീതി ഞാൻ പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തോളണം. ഒന്നാമതായിട്ട് ഈ ലേഖനം പഠിക്കുവാനുള്ളതായ ഒരു മാർഗം, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ഈ ലേഖനം പഠിക്കാം. ക്രിസ്തു കേന്ദ്രീകൃതമായി ഈ ലേഖനം പഠിക്കാൻ സാധിക്കും. ഒന്നാമത്തേതാ കേട്ടോ, ക്രിസ്തു കേന്ദ്രീകൃതമായി ഈ ലേഖനം പഠിക്കാം. അതിന്റെ 4 അധ്യായത്തിൽ നിന്നും അതിനുള്ളതായിരിക്കുന്ന ഓരോ വാക്യങ്ങൾ ഞാൻ തരാം. 1-ാം അധ്യായം 1:21. ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തുവാണ്. ജീവിതത്തിന്റെ അർത്ഥം ക്രിസ്തുവാണ്. അടുത്തത് 2:5.
ഒരു അധ്യായത്തിൽ നിന്ന് ഞാൻ പറയുക കേട്ടോ. 2:5. ജീവിതത്തിന്റെ മാതൃക ക്രിസ്തുവാണ്. ജീവിതത്തിന്റെ മാതൃക ക്രിസ്തുവാണ്. 2:5. 3-ാം അധ്യായം 3:14. ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. നാലാം അധ്യായത്തിൽ 4:13. ജീവിതത്തിന്റെ ശക്തി ക്രിസ്തുവാണ്. ജീവിതത്തിന്റെ ശക്തി ക്രിസ്തുവാണ്. ഈ 4 അധ്യായങ്ങളിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായി നമുക്ക് നല്ലൊരു പഠനം നടത്തുവാൻ കഴിയും. വേദവിദ്യാർത്ഥികൾ എപ്പോഴും തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കണം, സ്വയമായി പഠിക്കുന്നവരായിരിക്കണം. അപ്പൊ ഈ 4 പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ള ഒരു ദൈവ പൈതലിന് ഈ പോയിന്റുകൾ വെച്ചുകൊണ്ട് സ്വയമായിട്ട് ഈ പുസ്തകം പഠിക്കുവാനുള്ള ഒരു നല്ല മെത്തേഡാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമതുള്ള മറ്റൊരു വിഭജനം പറയാം. പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായി ഈ ലേഖനം പഠിക്കാം. പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായി ഈ ലേഖനം പഠിക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത് ചിന്തിച്ചത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ പരിശുദ്ധാത്മ കേന്ദ്രീകൃതമായി ഈ ലേഖനം പഠിക്കാം. 1-ാം അധ്യായത്തിൽ 1:19 പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവ് സഹായകനാണ്. രണ്ടാം അധ്യായത്തിൽ 1-ാം വാക്യം പരിശുദ്ധാത്മാവിന് കൂട്ടായ്മയുണ്ട്. മൂന്നാം അധ്യായം 3:3 പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക. നാലാം അധ്യായം 4:23 പരിശുദ്ധാത്മാവിന്റെ കൃപ. നോക്കിക്കേ, എത്ര രസകരമായിട്ടുള്ള വിഷയങ്ങളാണല്ലേ. നമ്മൾ അല്പസമയം ദൈവസന്നിധാനത്തിൽ ചെലവഴിച്ചാൽ ഞാൻ ഈ പറഞ്ഞതായ പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു പഠനം ഈ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് ലേഖനം പഠിക്കാം, പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമായിട്ട് ലേഖനം പഠിക്കാം. മൂന്നാമതായിട്ട് പൗരത്വ കേന്ദ്രീകൃതമായി ഈ ലേഖനം പഠിക്കാം. പൗരത്വ കേന്ദ്രീകൃതമായിട്ട് ഈ ലേഖനം പഠിക്കാം. ആ വിഷയം ഞാൻ പറഞ്ഞതിന് മുമ്പായിട്ടൊരു കാര്യം, നമ്മള് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. ഫിലിപ്പിയ പട്ടണത്തോടുള്ള ബന്ധത്തിൽ
റോമൻ പടയാളികളുടെ ഒരു കോളനി ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫിലിപ്പിയ ദേശക്കാരെ കൂടാതെ ഫിലിപ്പിയ പട്ടണത്തിൽ റോമൻ പടയാളികളുടെ ഒരു കോളനി ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മ കാണും. അപ്പോ ഫിലിപ്പിയയിലുള്ളതായിരിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് ആര് വന്ന് പാർക്കുന്നത്? റോമൻ പട്ടാളക്കാര് വന്ന് പാർക്കുന്നത്. അപ്പോ ഇവര് ഫിലിപ്പിയര് കാണുമ്പോൾ അവർ തീർച്ചയായിട്ടും മനസ്സിൽ പറയും, ഇവരാരാണ്? റോമയിൽ നിന്ന് വന്നവരാണെന്ന് പറയും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നോർത്ത് ഇന്ത്യൻസ് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എനിക്ക് തോന്നുന്നു നമ്മുടെ ആൾക്കാരെക്കാൾ കൂടുതൽ ഇപ്പം അവരാ അല്ലേ? അപ്പൊ അവരെ കാണുന്ന ഉടനെ നമ്മൾ പറയും, ഇവര് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് പറയത്തില്ലേ? ബീഹാറികളാണെന്ന് ചിലപ്പോൾ പറയും. അവരുടെ ദേശ പേര് കൂട്ടി നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിയർ ഇവരെ കാണുമ്പോൾ ഇവരെ റോമക്കാരാണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പൗരത്വ കേന്ദ്രീകൃതമായിട്ട് ഈ ലേഖനം പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം 4 അധ്യായങ്ങളിൽ നിന്ന് എങ്ങനെ പഠിക്കാം? 1, നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലല്ലേ? സ്വർഗത്തിലല്ല. അപ്പൊ റോമൻ പൗരത്വമുള്ളവർ, റോമാക്കാരായവർ ഫിലിപ്പിയയിൽ വന്ന് പാർക്കുമ്പോൾ ഫിലിപ്പിയയിൽ ഇവരാരാണ്? പരദേശികളാ. അവരുടെ ദേശമല്ല ഫിലിപ്പിയ. അപ്പൊ അന്യദേശത്ത് ഇവര് വന്ന് പാർക്കുന്നിടത്തോളം കാലം ഈ ഫിലിപ്പിയർ ഇവരെ നോക്കിയിട്ട് അവരുടെ രീതി അനുസരിച്ച് അവരുടെ നടപ്പ്, അവരുടെ ആ പ്രകൃതം എല്ലാം മനസ്സിലാക്കുന്നതായ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ദൈവമക്കളായിരിക്കുന്ന നമ്മെക്കുറിച്ച് പൗലോസ് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് വിഷയം. ഇപ്പൊ പൗരത്വ കേന്ദ്രീകൃതമായിട്ട് ഈ ലേഖനം നമ്മൾ പഠിച്ചാൽ 1:27 1-27 അധ്യായത്തിൽ 1-27 വാക്യത്തിൽ നമ്മുടെ നടപ്പ് സ്വർഗീയമായിരിക്കണം. കാരണം നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗീയ പൗരന്മാരാ. അതുകൊണ്ട് ദൈവമക്കളുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ നടക്കണം? സ്വർഗീയമായതിനനുസരിച്ച് വേണം നടക്കാൻ. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണമെന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാതെയുള്ളൊരു നടപ്പ് നമുക്ക് പാടില്ല കേട്ടോ. സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ വേണം നമ്മൾ നടക്കുവാൻ. 2-14-15 2-ാം അധ്യായത്തിൽ 2-14-15 വായിക്കുമ്പോൾ സ്വർഗീയമായതിനനുസരിച്ച് വേണം നടക്കുവാൻ. അനുസരണം. അപ്പൊ റോമൻ പൗരന്മാരവിടെ റോമൻ രീതിയിലുള്ളതായ അവരുടെ ജീവിതമാണ്. നടപ്പെന്ന് പറയുന്നത് ജീവിതമാണ്. അവരുടെ അനുസരണം, അവരുടെ മേലാധികാരികൾ റോമൻ പട്ടാളക്കാരെങ്ങനെ നടക്കണമെന്നുള്ളത് അവർക്കറിയാം. അതനുസരിച്ച് അവർ നടക്കുന്നത്. അതുപോലെ സ്വർഗീയ പൗരത്വമുള്ളതായ നമ്മുടെ നടപ്പ് സ്വർഗീയമായിരിക്കണം. നമ്മുടെ അനുസരണം സ്വർഗീയമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൽപ്പിക്കുന്നതായ കൽപ്പന അനുസരിച്ച് വേണം നടക്കുവാൻ. 3-ാം അധ്യായത്തിൽ 3-20
നമ്മുടെ പ്രത്യാശ സ്വർഗീയമായിരിക്കണം. എന്തോ ആ റോമൻ കോളനിയിൽ പാർക്കുന്ന പടയാളികളുടെ പ്രത്യാശ എന്താണ്? അവർക്കൊരൊറ്റ പ്രത്യാശയുള്ളൂ, എന്ന് ഫിലിപ്പിയ വിട്ട് അവരുടെ സ്വന്തം ദേശത്തേക്ക് പോകും എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മുടെ കർത്താവ് വരും, നമ്മൾ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ളതായിരിക്കുന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. അതാണ് സ്വർഗീയ പ്രത്യാശ. ഇനി അടുത്തത് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലുണ്ട് സ്വർഗീയ സമാധാനം. സ്വർഗീയ സമാധാനം എന്ന് പറഞ്ഞാൽ റോമൻ കോളനിയിൽ പാർക്കുന്നതായിരിക്കുന്ന പട്ടാളക്കാർക്ക് അവരുടെ സംരക്ഷണം, അവർക്ക് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് സമാധാനമായിട്ട് അവിടെ ജീവിക്കാൻ കഴിയും. അതാണ് അവരുടെ സമാധാനമെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞത് എന്താണ്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമ്മുടെ സമാധാനം എവിടുന്ന് കിട്ടിയതാണ്? സ്വർഗീയമായ സമാധാനമാണ്. അതാണ് പൗരത്വ കേന്ദ്രീകൃതമായിട്ട് ഈ 4 അധ്യായങ്ങളെ പഠിക്കാനുള്ളതായ ആ ഒരു വഴിയാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 4-ാമത്തെ വിഭജനം എന്ന് പറയുന്നത് സന്തോഷ കേന്ദ്രീകൃതമായിട്ടുള്ളതായ പഠനമാണ്. ഞാൻ ആദ്യം തന്നെ ഓർപ്പിച്ചല്ലോ, ഈ ലേഖനത്തിന്റെ പരമപ്രധാനമായ ഒരു ചിന്ത സന്തോഷിപ്പീൻ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സന്തോഷ കേന്ദ്രീകൃതമായി ഈ ലേഖനം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മളിപ്പോ കാരാഗ്രഹ ലേഖനത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എഫേസ്യ ലേഖനത്തിൽ അനേക കാര്യങ്ങൾ പഠിപ്പാനായിട്ടിടയായി. എഫേസ്യ ലേഖനത്തിൽ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ള നിലയിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ അവിടെ പഠിച്ചതാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കൊലോസ്യ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത് സഭയാകുന്ന ശരീരത്തിന്റെ തല ക്രിസ്തു എന്നുള്ളതാണ് കൊലോസ്യ ലേഖനത്തിൽ പഠിക്കാനുള്ളത്. മനസ്സിലായോ? എഫേസ്യ ലേഖനത്തിലെ വിഷയം സഭ ശരീരമാണ്. കൊലോസ്യ ലേഖനത്തിലെ വിഷയം സഭ ശരീരമെങ്കിൽ ക്രിസ്തു തലയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പഠിക്കാൻ പോകുന്നത്. എന്നാൽ ഈ ഫിലിപ്പി ലേഖനം നാം പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നുള്ളതായ ചില പഠനമാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. അപ്പൊ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് തുടർന്നുള്ളതായ കാര്യങ്ങൾ ചിന്തിപ്പാൻ. അപ്പോൾ 4-മതുള്ളതായിരിക്കുന്ന ഈ വിഭജനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സന്തോഷ കേന്ദ്രീകൃതമായിട്ടുള്ളതായ ഒരു വിഭജനമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലേഖനത്തെ തീർച്ചയായും സന്തോഷത്തിന്റെ ലേഖനം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. സന്തോഷത്തിന്റെ ലേഖനം എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം സന്തോഷം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ഊന്നി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. ഈ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തെ 7കളുടെ പുസ്തകം എന്ന് വിളിക്കാറുണ്ട്. 7കളുടെ പുസ്തകം. എന്താ കാരണം? 7 സഭ, 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശം എന്ന് വേണ്ട 7കളെ കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് വേദപണ്ഡിതന്മാർ ഈ വെളിപ്പാട് പുസ്തകത്തെ എങ്ങനെ വിളിക്കാറുണ്ട്? 7കളുടെ പുസ്തകം എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ സന്തോഷത്തെ സംബന്ധിച്ച് വളരെയധികം പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അതുകൊണ്ട് ഈ ഫിലിപ്പിയ ലേഖനത്തെ നമുക്ക് സന്തോഷത്തിന്റെ ലേഖനം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ
സന്തോഷിക്കുവാനായിട്ട് വളരെ പ്രോത്സാഹനം നൽകുന്ന ഒരു ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. ദുഃഖിച്ചിരിക്കുന്നവരോട് സന്തോഷിപ്പാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം. ഈ ലോക ജീവിതത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ തന്നെ ആയാലും ചിലപ്പോ നമ്മൾ പലരെ ശ്രദ്ധിച്ചാൽ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ അവർ നിൽക്കുന്ന കാണാം, ഇല്ലേ? ചില അവസരങ്ങളില്ല കേട്ടോ. അതേ സമയം ചില സന്ദർഭത്തിൽ നോക്കിയാൽ അവർ വളരെ ദുഃഖിച്ചിരിക്കുന്ന അനുഭവങ്ങൾ കാണാൻ കഴിയും, അല്ലേ? അതാ മനുഷ്യ ജീവിതം. അതാ നമ്മൾ ചിലരോട് ചോദിക്കാറുണ്ടല്ലോ, എന്താ ഇന്ന് ഇത്ര വലിയ സന്തോഷം, അല്ലേ? ചോദിക്കാറില്ലേ? പക്ഷെ പിറ്റേ ദിവസം അത് ചോദിക്കാൻ അവർ സമ്മതിക്കുകയല്ല. കാരണം ഇന്നലെ സന്തോഷിച്ചു വന്നതിന്റെ 10 ഇരട്ടി ചിലപ്പം ദുഃഖിച്ചാണ് പിറ്റേ ദിവസം വരെ കാണാറുള്ളത്. നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ കാര്യം ഞാൻ പറയുക കേട്ടോ. എന്നാൽ ഈ ലേഖനം നാം പഠിക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുന്നവരെയും ഭാരപ്പെട്ടിരിക്കുന്നവരെയും വേദനയിലിരിക്കുന്നവരെയൊക്കെ സന്തോഷിക്കുവാൻ വളരെ പ്രേരിപ്പിക്കുന്നതായ ഒരു അധ്യായമാണ്, ഒരു ലേഖനമാണ് ഈ ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയതായിരിക്കുന്ന തെസ്സലോനിക്ക ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 5:16 താൻ പറയുന്നത് എപ്പോഴും സന്തോഷിപ്പിനെന്നാ. അതൊക്കെ എന്തോ അർത്ഥം വെച്ചുകൊണ്ടാ പൗലോസ് പറയുന്നല്ലേ, എപ്പോഴും സന്തോഷിപ്പിൻ. ഒരുപക്ഷെ ഈ വാക്യം വായിച്ചേച്ച് നമുക്ക് പറയാനൊരു അഭിപ്രായം കാണും, അത് അസാധ്യമായ കാര്യമല്ലേ, എപ്പോഴും അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ നമ്മൾ ചോദിക്കും. പക്ഷെ നമുക്ക് പൗലോസിനോടൊന്ന് ചോദിക്കാം, പൗലോസേ, എപ്പോഴും സന്തോഷിപ്പാൻ അങ്ങേക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പൗലോസ് ഒരു സംശയം കൂടാതെ നമ്മളോട് പറയും, അത് തീർച്ചയായും സാധ്യമാണെന്ന് പൗലോസ് പറയും. കാരണം അനുഭവങ്ങളിൽ കൂടെയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ശാരീരിക ക്ലേശം, മാനസികമായിരിക്കുന്ന വേദന എന്ന് വേണ്ട കടഭാരം, ഇതൊക്കെ അലതല്ലുന്നതായ ഒരു ജീവിതത്തിലാണ് നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നത്. എന്നാൽ നമ്മളെക്കാൾ കൂടുതൽ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരാളാണ് ആര്? പൗലോസ്. അത് ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ പൗലോസിന്റെ ജീവിതത്തിൽ താന് അനുഭവിച്ച കാര്യങ്ങൾ കോരിന്ത്യ ലേഖനത്തിൽ താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. പൗലോസ് അനുഭവിച്ചതായിരിക്കുന്ന ആ കഷ്ടതയുടെ ഒരു പട്ടിക നമുക്ക് കോരിന്ത്യ ലേഖനത്തിൽ നമുക്കറിയാം, അല്ലേ? കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വന്തം സഹോദരന്മാരാലുള്ളതായിരിക്കുന്ന ആപത്തെന്ന് വേണ്ട ഉറക്കളപ്പ്, പട്ടിണി, പൈതാഹം, ഒരു നീണ്ട പട്ടിക പൗലോസോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം താൻ അനുഭവിച്ചിട്ടും തൻ്റെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ ഈ ലേഖനത്തിൽ താൻ മറ്റുള്ളവരെ ആഹ്വാനം ചെയ്യുന്നത് പോലെ പൗലോസ് എപ്പോഴും സന്തോഷിച്ച ഒരു വ്യക്തിയായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ. അതിൻ്റെ ഒരു രഹസ്യം ഞാൻ പറയാം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നതിൻ്റെ ആമുഖമായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. നമ്മൾ ഇതുവരെയും ഫിലിപ്പിയ ലേഖനത്തിലേക്ക് പ്രവേശിച്ചില്ല. കാരണം ഇത് നമുക്ക് വളരെ പ്രയോജനമുണ്ടാകുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഭാഗം നിങ്ങളെ ഓർപ്പിക്കുന്നത്.
ഈ പൗലോസിന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ഉണ്ടായിരുന്ന ഒരു രഹസ്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ പ്ലീസ് ഒന്ന് വായിക്കാമോ? എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. ഉണ്ടോ? ആ വാക്യത്തിൽ തന്നെ എത്ര പ്രാവശ്യം പൗലോസ് സന്തോഷം എന്നുള്ള വാക്ക് ഉച്ചരിച്ചിരിക്കുന്നത് അല്ലേ? എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഉണ്ടോ? ആ പൗലോസിന്റെ അന്ത്യ ജീവിതത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നാലും നമുക്കറിയാം അത് ചെയ്യേണ്ടി വന്നു. അവിടെയും പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? അവിടെയും താൻ സന്തോഷിക്കുന്ന അനുഭവം പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം താൻ ഉരിഞ്ഞു വെച്ചിരിക്കുകയാണ്. തന്റെ യാതൊരു കാര്യത്തിന് വേണ്ടി താൻ ലോകത്ത് ജീവിക്കുന്നില്ല. ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം താൻ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ ഒരു വസ്തു ഒരാൾക്ക് നമ്മൾ കൊടുത്താൽ നമ്മൾ പിന്നെ അതിനെ അവകാശം പറയാറില്ലല്ലോ, ഉണ്ടോ? ഇല്ല, അത് ആ വ്യക്തിയുടേതായി തീർന്നിരിക്കുകയാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് കൊടുത്തോ ആ വ്യക്തിയുടെ പൂർണ്ണ അവകാശമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിന് വേണ്ടി തന്റെ ജീവിതം താൻ സമർപ്പിച്ചു കഴിഞ്ഞ ശേഷം തനിക്ക് ഇനി ഒന്നും സ്വന്തമായിട്ട് ശേഷിക്കുന്നില്ല. ആ ജീവിതം പൂർണ്ണമായി ക്രിസ്തുവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, കർത്താവിന് വേണ്ടി രക്തം ഒഴിക്കേണ്ടി വന്നാലും ആ ഒക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ പൗലോസ് പറയുകയാണ്, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് വിഷമിച്ചാണ് പറഞ്ഞത്, ദുഃഖത്തോടെ പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുക കേട്ടോ. ഞാൻ പോകാറായി എന്ന് വിഷമിച്ചാണോ പറഞ്ഞേ? അല്ല പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് നിധി കിട്ടിയ പോലെയുള്ള സന്തോഷത്തിലാണ് താൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ കഷ്ടതയും പ്രയാസങ്ങളും അപമാനങ്ങളും വേദനകളും ഒക്കെ വിട്ട് കർത്താവിനോട് ചേരുന്നതായിരിക്കുന്ന ആ സന്തോഷത്തെയാണ് അവിടെ പ്രതിഫലിപ്പിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതായിരുന്നു അതിന്റെ രഹസ്യം. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ ഉറവിടം, സന്തോഷത്തിന്റെ ആ സാഹചര്യം അനുസരിച്ച് താന് പറയുകയാണ്, കർത്താവിലാണ് സന്തോഷിക്കേണ്ടത്. അതിന്റെ ഒരു അർത്ഥം ഞാൻ പറയാം. അപ്പൊ കർത്താവിലാണ് പൗലോസ് സന്തോഷിച്ചത് മുഴുവനും. അതിന്റെ അർത്ഥം ഈ ലോകത്തിലെ സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. മാറുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കർത്താവിൽ പൗലോസ് സന്തോഷിപ്പാൻ കാരണം കർത്താവിന് മാറ്റമില്ലാത്തത് കൊണ്ടാകട്ടോ. നമ്മുടെ കർത്താവിന് ഒരിക്കലും മാറ്റമില്ല. അതാണ് പൗലോസ് പറയാൻ കാരണം, അതാണ് അതിന്റെ രഹസ്യം. മാത്രമല്ല, ദൈവത്തിന്റെ പരമാധികാരത്തെ പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു ആർക്ക്? പൗലോസിന്. എന്റെ ദൈവം ആരാണ്? പരമാധികാരിയാണ്. ആ ഒരു ബോധ്യം പൗലോസിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നതെന്നുള്ള
ആ വലിയ ബോധ്യം പൗലോസിന്റെ ഉള്ളിൽ ലഭിക്കാനായിട്ടിടയായി. നമ്മുടെ ഉള്ളിൽ ആ ചിന്ത വരണം. എങ്കിൽ മാത്രമേ പൗലോസിനെ പോലെ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ലോകത്തെയും സഭയെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും എന്നു വേണ്ട, പ്രപഞ്ചത്തെ മുഴുവനായും എല്ലാം നിയന്ത്രിക്കുന്നവൻ ആരാണ്? സ്വർഗത്തിലെ ദൈവമാകട്ടോ. ആ ഒരു ആഴമായ ചിന്ത പൗലോസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നവരാണെങ്കിലും പലപ്പോഴും നമ്മിൽ ദുഃഖം വരുന്നതിന്റെ കാരണം ആ ഒരു ബോധ്യം പലപ്പോഴും നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവമാണ് പരമാധികാരി. ദൈവത്തിന്റെ പരമാധികാരത്തിൽ പൗലോസ് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, പൗലോസ് റോമയിൽ പോകാത്ത കാലത്ത് പൗലോസിന് റോമാ നഗരത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. കെങ്ക്രയ സഭയിലെ ഫേബയുടെ കൈവശമാണ് റോമർക്ക് എഴുതിയ ലേഖനം പൗലോസ് കൊടുത്തുവിട്ടത്, അല്ലേ? അവിടെയുള്ള വിശ്വാസികളെ കണ്ടിട്ടില്ല. ആ റോമാ സഭയിൽ പൗലോസ് പോയിട്ടില്ല. എന്നാൽ റോമാ ലേഖനത്തിൽ പൗലോസ് എഴുതുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങളെ എല്ലാം ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഭാഗം നമുക്കറിയാം. നിങ്ങളെ മുഖാമുഖമായി കാണാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ ആ ലേഖനത്തിൽ പൗലോസ് എഴുതി കൊടുത്തു വിടുക. നമ്മുടെ ഇന്നത്തെ ചിന്താഗതി അനുസരിച്ച് പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ, അതിശ്രേഷ്ഠതയുള്ള ഒരു അപ്പോസ്തലൻ, റോമയിലെ വിശ്വാസികൾ കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ ദേശത്ത്, നമ്മുടെ സഭയിൽ വരുന്നുണ്ട് എന്ന് കേട്ടാൽ നമ്മുടെ ആ ചിന്ത അനുസരിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മള് സഭയിലെ വിശ്വാസികളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. പൗലോസ് പാസ്റ്റർ വരുന്നുണ്ട്, ഒരാഴ്ചത്തെ ക്രൂസൈഡ് നമുക്കങ്ങ് നടത്തിക്കളയാം, അല്ലേ? ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഗ്രൗണ്ട് കണ്ടുപിടിച്ച് നല്ല ഒരു സ്റ്റേജൊക്കെ ശരിയാക്കി നല്ല മൈക്ക് സിസ്റ്റം ഒക്കെ എടുത്ത് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം ചിലപ്പം പൗലോസും ചിന്തിച്ചെന്നിരിക്കട്ടെ, ഞാൻ അവിടെ ചെന്നാൽ മിക്കവാറും എല്ലാ ദിവസവും മീറ്റിംഗ് ആയിരിക്കും, ക്രൂസൈഡ് കാണും, അവിടുത്തെ സഭയുടെ കൺവെൻഷൻ കാണും, മാസയോഗം കാണും. മാനുഷിക ചിന്തയാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് എനിക്ക് അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടായി ലേഖനത്തിലൊക്കെ എഴുതി കൊടുത്തു വിട്ടിട്ട് പൗലോസ് അവിടെ ചെന്നത് എങ്ങനാ? ഒരു തടവുകാരനായിട്ടാ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഞാൻ ചോദിക്കട്ടെ, സന്തോഷം കാണുമോ ഇപ്പം? മുമ്പേ പറഞ്ഞ അത്രയും സ്വപ്നങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ റോമാ നഗരത്തിൽ പോയി പൗലോസ്. പക്ഷെ എങ്ങനെയാ പോയേ? ഒരു തടവുകാരനായിട്ടാ പോയെ. എന്തിനാ പോയെ? റോമൻ കാരാഗ്രഹത്തിൽ ഒരു തടവുകാരനായിട്ട് കിടക്കാനാ പോയെ. എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഉള്ള സന്തോഷം മൊത്തം പോകേണ്ടതല്ലേ? പക്ഷെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് ലേഖനത്തിലൂടെ എഴുതിയിരിക്കുന്നത്. എന്ത്? കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കണം.
കർത്താവിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞാൽ, കാരാഗൃഹത്തിലാണ് താൻ കിടക്കാൻ പോയതെങ്കിലും അപ്പോഴും തന്റെ ഹൃദയം കർത്താവിൽ സന്തോഷിച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്. കർത്താവ് അറിയാതെ അല്ല എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല എന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ദൈവം പരമാധികാരി ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല റോമ പട്ടണത്തിൽ എത്തിച്ചേരാൻ ഇടയായത്. ഞാനൊരു തടവുകാരനായിട്ടൂടെ വരണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ എന്ന് പൗലോസ് വിശ്വസിച്ചെന്നാ ഞാൻ പറഞ്ഞേ. മനസ്സിലായോ? അതാണ് പൗലോസിന്റെ ഹൃദയത്തിൽ സന്തോഷം നിലനിൽക്കാൻ കാരണം. ഈ ലേഖനം വളരെ പ്രാധാന്യമുള്ളൊരു ലേഖനമാകട്ടോ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ, അനുഭവിക്കേണ്ടതായ അനേക കാര്യങ്ങൾ ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പൗലോസിന്റെ സന്തോഷത്തിന്റെ രഹസ്യം ഇതായിരുന്നു. ഏത്? പൗലോസിനറിയാം, എന്റെ ദൈവം പരമാധികാരിയായ ഒരു ദൈവമാണ്. എന്റെ ദൈവം ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. എന്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഉറപ്പ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൗലോസിന് സന്തോഷിപ്പാനിടയായത്. ഇനി മറ്റൊരു രഹസ്യം കൂടെ ഞാൻ പറയാം. പൗലോസ് സന്തോഷിച്ചതിന്റെ മറ്റൊരു കാര്യം, പൗലോസിന് നല്ല ഒരു സ്വർഗീയ പ്രത്യാശ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൗലോസിന് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യാശ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പത്രോസിന്റെ എഴുത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ജീവനുള്ള പ്രത്യാശ. അപ്പം പൗലോസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന പ്രത്യാശ എങ്ങനെയുള്ളതാ? ജീവനുള്ള പ്രത്യാശ. ജീവനുള്ള പ്രത്യാശ. 1 പത്രോസ് 1:3 അത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകലതും താൽക്കാലികമാണെന്ന് പൗലോസിന് മനസ്സിലായി. അല്ലേ? 3-ാം അധ്യായത്തിൽ താൻ പറഞ്ഞിട്ടുണ്ട്, എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ, 8-ാം ദിവസം പരിച്ഛേദനയേറ്റവൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഇല്ലേ? ഒത്തിരി കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന അവകാശവാദങ്ങളാണ്. എന്നാൽ ഈ പ്രത്യാശ ഉള്ളിൽ കയറിയ ശേഷം പൗലോസ് എന്താ പറഞ്ഞത്? ഞാനെല്ലാം ചവറന്നെണ്ണുന്നു. അല്ലേ? നോർത്ത് നോക്കിക്കേ. തനിക്ക് അഭിമാനിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിലുണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ താൽക്കാലികമാണ്, ചവറാണെന്ന് മനസ്സിലായത് എപ്പോഴാ? ഈ പ്രത്യാശ ഉള്ളിൽ കടന്നപ്പോഴാണ് പൗലോസിന് മനസ്സിലായത്, ഈ ലോകവും ലോകത്തിലുള്ളതെല്ലാം എങ്ങനെയുള്ളതാണ്? ചപ്പാണ്, അത് ചവറാണ്. അതുകൊണ്ട് താൻ അതെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞു. അതൊന്നും വേണ്ട. ചവറ്റുകൊട്ടയ്ക്കകത്ത് വേസ്റ്റ് ഇടുന്നത് പോലെ എല്ലാം താൻ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്താ കാരണം എന്നറിയാമോ? ഈ ഒരു വലിയ പ്രത്യാശ തന്റെ ഉള്ളിൽ കയറാനിടയായി. ലോകത്തിലുള്ളതൊന്നും നിത്യമല്ല, ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികമാണ്. ആ ഒരു ചിന്ത വന്നത് ഈ പ്രത്യാശ തന്റെ ഉള്ളിൽ കടന്നപ്പോൾ മാത്രമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സന്തോഷ കേന്ദ്രീകൃതമായി ഈ ലേഖനം പഠിക്കുവാൻ സാധിക്കും എന്നുള്ളതായ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടിടയായത്. അങ്ങനെയാണെങ്കിൽ സന്തോഷ കേന്ദ്രീകൃതമായി ഈ ഓരോ അധ്യായത്തിൽ നിന്ന് ഈ ലേഖനം എങ്ങനെ പഠിക്കാം, അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ 4 അധ്യായങ്ങളെ
എങ്ങനെ പഠിക്കാം? ഒന്നാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ പറയാം. ഒന്നാം അധ്യായത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് മാനസിക നില ഏകാഗ്രമാകണം. എന്ന് പറഞ്ഞാൽ സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മുടെ മാനസിക നില ഏകാഗ്രമാക്കണം. അതാണ് ഒന്നാം അധ്യായത്തിൽ സന്തോഷത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ സന്തോഷമായിരിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കണമെങ്കിൽ ഒന്നാം അധ്യായം പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ മാനസിക നില. ഈ ആത്മീയമായാലും ഭൗതികമായാലും മനസ്സിനെയാണ് അതെല്ലാം ബാധിക്കുന്നത്. അപ്പൊ മനസ്സ് ഏകാഗ്രമായിരിക്കണം. അതാണ് ഒന്നാം അധ്യായത്തിൽ പഠിക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. അതിന്റെ 3 പാർട്ടുകളായിട്ട് നമുക്ക് ഈ ഒന്നാം അധ്യായത്തെ തിരിച്ചു പഠിക്കാനായിട്ട് കഴിയും. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. പന്ത്രണ്ട് മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിന്റെ കൂട്ടായ്മയെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. സുവിശേഷത്തിന്റെ കൂട്ടായ്മ. ഇരുപത്തിയേഴ് മുതൽ 30 വരെ സുവിശേഷത്തിന്റെ വിശ്വാസം. അപ്പം 1-ാം ഭാഗം സുവിശേഷം, 2-ാം ഭാഗം സുവിശേഷത്തിന്റെ കൂട്ടായ്മ, 3-ാം ഭാഗം സുവിശേഷത്തിന്റെ വിശ്വാസം. ഈ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമായിരുന്നാൽ സന്തോഷം ലഭിക്കും. മറ്റൊന്നിലേക്കും ചിന്ത തിരിക്കാൻ പാടില്ല. ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ നമ്മുടെ മാനസിക നില ഏകാഗ്രമായിരുന്നാൽ സന്തോഷം ലഭിക്കുമെന്നാണ് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാം അധ്യായം താഴ്മയുള്ള, കീഴ്പ്പെടുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. ഇതെല്ലാം മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സെന്ന് പറയുമ്പോൾ ചിന്ത, വിചാരം, ഇതൊക്കെ ആ അർത്ഥത്തിൽ വരുന്ന കാര്യങ്ങളാണ്. കീഴ്പ്പെടുന്ന, താഴ്മയുള്ളൊരു മനസ്സാവശ്യമാണ്. 2-ാം അധ്യായം അതാ പഠിപ്പിക്കുന്നത്. അവിടെ 3 ഭാഗങ്ങളായിട്ട് 2-ാം അധ്യായത്തെ തിരിച്ചു പഠിക്കാൻ കഴിയും. 1, ക്രിസ്തുവിന്റെ മാതൃക. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ക്രിസ്തുവിന്റെ മാതൃകയിൽ നമുക്ക് കാണാൻ കഴിയും താഴ്മയുടെ അനുഭവം, അല്ലേ? ക്രൂശിലെ മരണത്തോളം തന്നെ താൻ താഴ്ത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ താഴ്മയുള്ള ഒരു മനസ്സ് നമുക്ക് ആവശ്യമാണെങ്കിൽ അതിന്റെ മാതൃക നമുക്ക് ആരിൽ കാണാൻ കഴിയും? നമ്മുടെ യേശുവിൽ കാണാൻ കഴിയും, അല്ലേ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ദാസനായി, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നുവെന്നാണ് ആ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ താഴ്മയുടെ ഒരു നല്ല മാതൃക ആരിലാ കാണുന്നത്? നമ്മുടെ കർത്താവിൽ നമുക്ക് കാണാൻ കഴിയും. പത്രോസ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലേ? താഴ്മയുള്ളവർക്കോ ദൈവം
കൃപ കൊടുക്കുന്നു. ഇല്ലേ? നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറയാതെ മിക്കവാറും ഉച്ചരിക്കുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവേ, ഞങ്ങളുടെ ദൈവദാസനെ ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അല്ലേ? ദൈവദാസനത് ശ്രദ്ധിക്കുന്ന പോലുമില്ല, കേട്ടുപോലും കാണത്തില്ല. അപ്പൊ താഴ്ത്തുന്ന ആരെയാ? ഞങ്ങളുടെ ദൈവദാസനെ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായിക്കോണം, ദൈവദാസന് താഴ്മയില്ലെന്ന് അവർ ചിന്തിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അല്ലേ? നമ്മൾ മറ്റുള്ളവരെ അല്ല താഴ്ത്തേണ്ടത്, തന്നെത്താൻ താഴണം. പിന്നൊരു കാര്യം എൻ്റെ കൂടെ ഞാൻ പറയാം. ഈ നമ്മൾ തന്നെ അങ്ങോട്ട് താഴാൻ തുടങ്ങിയാൽ എവിടം വരെ താഴും? അല്ലേ? നമുക്കൊരു ഒരു 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 ഇതില്ലേ, അത്ര അങ്ങ് താഴേണ്ട കാര്യമൊന്നുമില്ല, ഇവിടം വരെയൊക്കെ എന്നെ കൊണ്ട് താഴാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല, ദൈവത്തിന്റെ കൃപ നമുക്ക് വേണമെങ്കിൽ നാം എത്രത്തോളം താഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം ദൈവസന്നിധിയിൽ താണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആ താഴ്മയുടെ നല്ലൊരു മാതൃക നമുക്ക് ആരിൽ കാണാം? നമ്മുടെ യേശുവിൽ കാണാം. അല്ലേ? കർത്താവിന്റെ അന്ത്യ അത്താഴം നടക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് അരയിൽ ഒരു തോർത്ത് ചുറ്റി ഓരോ ശിഷ്യന്റെ കാൽക്കൽ ചെന്നിട്ട് ആ പാദത്തിൽ വെള്ളമൊഴിച്ച് തുവർത്തുകൊണ്ട് തുടച്ചവനായ ഒരു നാഥനാണ് നമ്മുടെ കർത്താവ്. അല്ലേ? നമ്മുടെ കർത്താവിന്റെ താഴ്മ എത്രമാത്രം ആഴമുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി അടുത്തത് 2:12 മുതൽ 18 വരെ പൗലോസ് കാണിച്ച മാതൃകയുണ്ട്. താഴ്മയ്ക്ക് പൗലോസ് കാണിച്ച മാതൃകയുണ്ട്. പൗലോസിൽ നമുക്ക് ആ മാതൃക കാണാൻ കഴിയും. 3-ാമത്തെ ഭാഗത്ത് 19 മുതൽ 30 വരെ തിമോത്തിയോസിന്റെയും എപ്പഫ്രാദിത്തോസിന്റെയും മാതൃക കാണാൻ കഴിയും. അപ്പൊ 4 വ്യക്തികളാണ് ഈ 4-ാം അധ്യായത്തിലെ വിഷയം. ആരൊക്കെയാ? നമ്മുടെ കർത്താവ്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, തിമോത്തിയോസും എപ്പഫ്രാദിത്തോസും. ഇവരിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതായ ഏറ്റവും വലിയതായ ആ സ്വഭാവം എന്തായിരുന്നു? താഴ്മ എന്നുള്ളതായിരുന്നു. താഴ്മ. അപ്പൊ ഒരു കീഴ്പ്പെടുന്ന മനസ്സ് അല്ലെങ്കിൽ ഒരു താഴ്മയുള്ള ഹൃദയം നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? എപ്പോഴും സന്തോഷിപ്പാൻ കഴിയും എന്നതാണ് നമ്മൾ പഠിച്ചു വരുന്ന വിഷയം. 3-ാം അധ്യായത്തിലെ വിഷയം ആത്മീയതയുള്ള ഒരു മനസ്സ്. ആത്മീയതയുള്ള ഒരു മനസ്സ്. ഈ 4 അധ്യായത്തിലും മനസ്സിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് കേട്ടോ. മാനസികമായിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. അതിന് ഞാൻ വാക്യങ്ങൾ എടുത്തു പറയുന്നില്ല. 3-ാം അധ്യായത്തിലെ കാര്യങ്ങൾ നമുക്കറിയാം, ഞാൻ മുമ്പേ ഓർപ്പിച്ചതാണ്. ഈ ലോകത്തിൽ നേടാവുന്നതെല്ലാം പൗലോസ് നേടിയ ഒരു വ്യക്തിയാ, അല്ലേ? അത് താൻ അവിടെ എടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിന് ലഭിച്ച ശേഷം പൗലോസിന്റെ ആകമാനമുള്ള സ്വഭാവം അങ്ങ് മാറി. താനിപ്പോ പറയുന്നത് എനിക്ക് ക്രിസ്തു മതി, ക്രിസ്തു മാത്രം മതി. പലപ്പോഴും ഞാന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. പൗലോസിന്റെ ജീവിതവുമായിട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് തട്ടിച്ചു നോക്കാറുണ്ട്.
അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് യോഗ്യത പറയാനില്ല. കാരണം എത്രയോ ശ്രേഷ്ഠമായ പദവികൾ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും പൗലോസ് ഇപ്പൊ പറയേ, എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ആര് മതി? ക്രിസ്തു മാത്രം മതി, ക്രിസ്തു മാത്രം മതി. ഭൗതികമായ ഒരു കാര്യങ്ങളും എനിക്ക് വേണ്ട. വാസ്തവത്തിൽ 3-ാം അധ്യായം എന്ന് പറയുന്നത് പൗലോസിന്റെ ഒരു ജീവചരിത്രത്തിന്റെ രത്നച്ചുരുക്കം അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വ്യാപാരിയെ പോലെ താൻ ചിലത് അവിടെ എണ്ണുന്നതായിട്ട് കാണാൻ കഴിയും, അല്ലേ? ഒരോട്ടക്കാരനെ പോലെ താൻ ഓടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ അത് കാണാൻ കഴിയും. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താ കാരണം എന്നറിയാമോ? ഭൗതികമായ ഒരു കാര്യം വേണ്ട. ഇതിന്റെ എല്ലാം ആ ഒറ്റ കാര്യം, എന്റെ പൗരത്വം ഇപ്പോൾ എവിടെയാണ്? റോമൻ പൗരത്വമല്ല, എന്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്നുള്ളതായ ബോധ്യം തനിക്ക് വന്നതുകൊണ്ടാണ് താന് ഈ ലോകത്തെ വേറും ചപ്പും ചവറുമായിട്ട് എണ്ണതിന്റെ കാരണം. തന്റെ ഭൂതകാല കാര്യങ്ങളെല്ലാം താൻ എന്ത് ചെയ്തു? എല്ലാം ഉപേക്ഷിച്ചു. തന്റെ വിദ്യാഭ്യാസം, തന്റെ ധനം. താനൊരു മോശക്കാരനായിരുന്നു, വലിയൊരു ധനികന്റെ മകനായിരുന്നു പൗലോസ്. വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. അതിലൊന്നും തനിക്കിപ്പോ പ്രശംസിക്കാനായിട്ടില്ല. പലപ്പോഴും പലരും സാക്ഷ്യത്തിൽ പറയുന്ന നമുക്ക് കേൾക്കാം, ഞാന് എന്റെ ഉന്നതമായ ഒരു ജോലി രാജിവെച്ചിട്ടാണ് ഇപ്പൊ ഇതിനിറങ്ങിയെന്ന്. അപ്പൊ അതിനേക്കാൾ ഇത് താണതാണെന്നല്ലേ വരുന്നേ. എന്നാൽ പൗലോസിനെ നമ്മൾ നോക്കി പഠിക്കുമ്പോൾ ഉന്നതമായ സ്ഥാനങ്ങൾ തനിക്ക് പറയാനുണ്ടായിരുന്നിട്ടും അതെല്ലാം താൻ ഉപേക്ഷിച്ച് കർത്താവിന്റെ പിന്നാലെ താൻ വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാം താൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മീയതയുള്ളൊരു മനസ്സിന്റെ ഉടമയായി തീരുവാനിടയായി. ആര്? പൗലോസ്. മൂല്യമുള്ളത് കണ്ടപ്പോൾ അതിനേക്കാൾ മൂല്യം കുറഞ്ഞതിനെ താൻ ഉപേക്ഷിച്ചതാണ് ഇവിടുത്തെ വിഷയം. അതാണ് നമ്മുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും വളരെ മൂല്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിനേക്കാൾ താണതാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് മറ്റൊന്നുമല്ല, ദൈവസന്നിധിയിൽ പോകണം. അതിനാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ചത്. അതിനാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് നാം ഇറങ്ങിത്തിരിച്ചത്, നമ്മൾ വന്നത് എന്തിനാണെന്നറിയാമോ? വല്ലവിധേനയും ദൈവരാജ്യത്തിൽ എത്തിച്ചേരാം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. ആ ലക്ഷ്യം ഒരിക്കലും നമ്മിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയാകരുത്. അടുത്തത് 4-ാം അധ്യായത്തിലെ വിഷയമാണ്. 4-ാം അധ്യായം സുരക്ഷിത ബോധമുള്ള ഒരു മനസ്സ്, സുരക്ഷിതത്വമുള്ള ഒരു മനസ്സ്. അതാണ് 4-ാം അധ്യായത്തിലെ വിഷയം. സുരക്ഷിതത്വ ബോധം. അപ്പം നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം, നമ്മുടെ മനസ്സ് താഴ്മയുള്ളതായിരിക്കണം, നമ്മുടെ മനസ്സ് ആത്മീയതയുള്ളതായിരിക്കണം. 4-ാം അധ്യായത്തിൽ പറയുന്നത് സുരക്ഷിതത്വ ബോധമുള്ള ഒരു മനസ്സായിരിക്കണം. അതിന്റെ 4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്.
അടുത്തത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എത്ര അനുഗ്രഹീതമായ വചനം അതല്ലേ! എത്ര ആശ്വാസം നൽകുന്ന വചനം! നമുക്ക് തലയിണയായിട്ട് ഉപയോഗിക്കുവാൻ കൊള്ളാവുന്ന ഒരു വചനം. എന്താ ഇവിടെ പറഞ്ഞത്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അതിന്റെ മുകളിലത്തെ സെന്റൻസ് വിട്ടുകളയരുത്. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുകയാണ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതിന്റെ ശരിയായ തർജ്ജിമ കർത്താവ് അടുത്തിരിക്കുന്ന കേട്ടോ. ശരിക്കുള്ള തർജ്ജിമ അതാ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നല്ല, കർത്താവ് അടുത്തിരിക്കുന്നു. കർത്താവ് അടുത്തിരിക്കുന്നത് കൊണ്ട് പൗലോസ് പറയുന്നത് എന്തുവാ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് ചെയ്തോണം? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പൊ ഒന്ന് ഓർമ്മ വയ്ക്കേ, നമ്മെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. പൗലോസ് പറയുന്നതിന്റെ അർത്ഥം അതാ. നാം വിചാരപ്പെടേണ്ട, കാരണം നമ്മെ പറ്റി വിചാരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. 139 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ നിന്റെ വിചാരങ്ങൾ ഘനമായവ എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. യെശയ്യാവ് 55 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴി, എന്റെ വിചാരങ്ങളുമല്ല നിങ്ങളുടെ വിചാരങ്ങൾ. പിന്നെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴികളെക്കാൾ എന്റെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ എന്റെ വിചാരങ്ങളും എങ്ങനെ ഇരിക്കുന്നു? ഉന്നതമായിരിക്കുന്നു. ഉന്നതം. നമ്മുടെ കൈ ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയാൽ അതിനെ പിടിക്കാൻ ഒക്കത്തില്ല. അതിനേക്കാൾ ഉയരത്തിലാണ് ദൈവത്തിന്റെ വിചാരം. സയൻസ് പറയുന്നത് പ്രകാശം ഏതാണ്ട് ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ യാത്ര ചെയ്യുന്നെന്നാണ് പറയുന്നത്. ഞാൻ ഓർപ്പിച്ചതിന് താല്പര്യം, ഗോളങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടായത് മുതൽ ഇത്രയും വേഗത്തിൽ പ്രകാശം സഞ്ചരിച്ചിട്ടും ചില ഗോളങ്ങളുടെയും ചില നക്ഷത്രങ്ങളുടെയും പ്രകാശം ഇതുവരെ ഭൂമിയിൽ എത്തിയിട്ടില്ലെന്ന്. അപ്പൊ ഭൂമിയും ആകാശവും തമ്മിലുള്ള ഉയരം മനസ്സിലായോ? അത്രമാത്രം ഉയരത്തിലാണ് നമ്മുടെ വിചാരങ്ങളെക്കാൾ ദൈവത്തിന്റെ വിചാരം. ചിലപ്പോ പറഞ്ഞു കേട്ടില്ലേ ആൾക്കാര്, പല കാര്യങ്ങളും അങ്ങോട്ട് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, പറഞ്ഞു കേട്ടില്ലേ? അതിന്റെ കാരണം ഇതാ, നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം. നമ്മുടെ ചെറിയ മനസ്സിൽ മനസ്സിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ പരമോന്നതനായ പരമാധികാരിയായ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എത്രമാത്രം ഉന്നതമാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് അത് മനസ്സിലാക്കി പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. അതിന്റെ തക്ക മറുപടി തരുന്നത് പത്രോസാണ്. എന്താ കാരണം? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല വിചാരങ്ങളും നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമല്ലേ! ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് മുമ്പോട്ട് പോകാം. കരം കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ പത്രോസ് എന്ന് യേശുവോട് പറഞ്ഞ, കർത്താവേ, നീ കരം കൊടുക്കുന്നില്ലയോ? അതിനെക്കുറിച്ച് സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ പക്കൽ അത് കൊടുക്കാനുള്ള പണമില്ല. കർത്താവ് എന്താ ചെയ്തേ? ദ്വിദ്രഹ്മ പണമാ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ 2 കാശിന് ഒത്തതായ പണം. എന്ന് പറഞ്ഞാൽ അതാ അർത്ഥം. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ കടലിൽ ചെന്ന് എന്ത് ചെയ്യുക? ചൂണ്ടയിട്.
ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ പണം ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന് വേണ്ടി പണം കൊടുക്കുന്ന ചിന്തയാണ് പത്രോസിന്റെ ഹൃദയത്തിലിരിക്കുന്നത്. പക്ഷേ ചൂണ്ടയിടാൻ പോകുമ്പോൾ തന്നെ പത്രോസ് ചിന്തിച്ച് കാണും, മനുഷ്യനല്ലേ, കർത്താവെ ദ്രഹ്മപ്പണമാണ് അങ്ങനെ കിട്ടുന്നതെങ്കിൽ എന്റെ കരം കൊടുക്കണ്ടേ എനിക്ക് വേണ്ടി? അതുപോലും കർത്താവ് അറിയുന്നവനാ കേട്ടോ. ചൂണ്ടലിട്ട് കിട്ടിയപ്പോൾ ദ്രഹ്മപ്പണം അല്ല കിട്ടിയത്, പിന്നെ ദ്രഹ്മപ്പണമാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 4 കാശ, 4 കണ്ടോ. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ ദൈവം അറിയുന്ന ദൈവമാകട്ടോ. ഇന്ന് രാത്രി ഒരു പക്ഷേ പല വിചാരങ്ങളോടുകൂടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ചിലർ കണ്ടേക്കാം. സാമ്പത്തിക വിഷയത്തിലായിരിക്കുക, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കുക, കുടുംബ സംബന്ധമായ കാര്യങ്ങളായിരിക്കുക, സഭയോടുള്ള ബന്ധത്തിലായിരിക്കുക, ബന്ധുക്കളുടെയോ ചാർച്ചക്കാരുടെയോ വിഷയങ്ങളായിരിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് രാത്രി വചനത്തിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമ്മുടെ ഹൃദയ വിചാരം അറിയുന്നില്ലെങ്കിലും ദൂരത്തിരുന്ന് അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് കേട്ടോ. ആ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നാം പഠിക്കണം. ദൈവത്തിന്റെ അത്രയും പ്രാധാന്യം ദൈവവചനത്തിനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം കേട്ടോ, ആശ്രയിക്കാം. ഇതൊരു ക്ലാസ് ആണെന്ന് മറന്നുപോയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ബോധ്യമാക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ തന്നെ കൊണ്ടുപോയി മോരിയ ദേശത്ത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മലയിൽ, നമ്മൾ പെട്ടെന്ന് മോരിയ മല എന്നൊക്കെ പറയും, മോരിയ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി അവനെ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. അങ്ങനെയാ ദൈവം പറഞ്ഞു അല്ലേ? ആ മല ദൈവം കാണിച്ചു കൊടുത്തു. ദൂരവേ നിന്ന് ആ മല കണ്ടു. ആ മലയിലേക്ക് ദൈവത്തെ അനുസരിക്കുന്ന അബ്രഹാം മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ കയറുന്ന സമയത്ത് മകൻ ചോദിച്ചപ്പാ, യാഗത്തിനുള്ള മൃഗമെടുത്ത് ഇന്ത്യയെ, ആട്ടിൻകുട്ടി എവിടാ? വിശ്വാസിയുടെ പിതാവായ അബ്രഹാം പിതാവ് വിശ്വാസത്തിന്റെ കാൽച്ചുവടിൽ ഉറച്ചു നിന്നുകൊണ്ട് മകനോട് പറഞ്ഞു, മകനെ, അത് ദൈവം കരുതിക്കൊള്ളു, ദൈവം കരുതും. നമ്മളെ ഭാഗം ഒന്ന് ഓർത്തു നോക്കിക്കേ. മകനെ യാഗപീഠത്തിൽ കിടത്തിയ ശേഷം അവനെ വെട്ടുവാനായിട്ട് കത്തി ഉയർത്തിയപ്പോൾ ആ കത്തിയുടെയും ഇസഹാക്കിന്റെ കഴുത്തിന്റെയും ഇടയിലുള്ള ആ അകലത്തിന്റെ ഇടയിൽ ദൈവം വിളിച്ചു, അബ്രഹാമേ, ബാലന്റെ മേൽ നീ കൈവെക്കരുത്. അബ്രഹാം പുറകോട്ട് തലപൊക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ കാണാനിടയായി. ഞാനിത് ഓർപ്പിച്ചതിന്റെ കാര്യം നമുക്കിത് അറിയാമെങ്കിലും ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കാൻ കാരണം, അബ്രഹാമിന് വേണ്ടി കുരുക്കിയിട്ടിരിക്കുന്ന ഒരു കരുതൽ ആ മലമുകളിലുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? പക്ഷെ ആ കരുതൽ കാണണമെങ്കിൽ ആ മലയിൽ നീ എത്തിച്ചേരണം, ആ മലയിൽ എത്തിച്ചേരണം. ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാകട്ടോ, ഒരു യാത്രയ്ക്ക് സമമാണ്. യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ചില കരുതലുകൾ ദൈവം അവിടെ വെച്ചിട്ടുണ്ട്.
യാത്ര ചെയ്ത് ആ സ്ഥലത്ത് എത്തിച്ചേർന്നില്ലെങ്കിൽ ആ കരുതൽ അനുഭവിക്കാൻ കഴിയത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. സമാധാനം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. അപ്പോൾ സുരക്ഷിതത്വ ബോധമുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടതെന്നാണ് ഈ 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏകാഗ്രതമുള്ള ഒരു മനസ്സ്, കീഴ്പ്പെടുന്ന താഴ്മയുള്ള ഒരു മനസ്സ്, ആത്മീയമായ ഒരു മനസ്സ്, സുരക്ഷിതത്വ ബോധമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പൗലോസിന്റെ തത്വപ്രകാരം, പൗലോസിന്റെ ഉപദേശപ്രകാരം നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാനായിട്ട് കഴിയും. കർത്താവിൽ സന്തോഷിപ്പാനായിട്ട് കഴിയും. അതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. ഇനി ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാൻ പോകുന്നത്, സന്തോഷം അപകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. സന്തോഷം കെടുത്തിക്കളെ, സന്തോഷം ചിലപ്പോൾ കട്ടുകൊണ്ട് പോയിക്കളെ. അതെന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ? അതും ഈ 4 അധ്യായത്തോടുള്ള ബന്ധത്തിലാണ് പറയാൻ പോകുന്നത്. വാക്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോണം. അത് നിങ്ങൾക്ക് ഒരു ഹോംവർക്കാണ്. സന്തോഷം അപകരിക്കുന്നതായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാഹചര്യങ്ങളാണ് കേട്ടോ. സാഹചര്യം എന്ന് പറഞ്ഞാൽ വീടിന്റെ അന്തരീക്ഷം, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, കാലാവസ്ഥ, എല്ലാം അതിനകത്ത് ഒരു മനുഷ്യരുടെ അഭിപ്രായം. ഈ സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല കേട്ടോ. ഇന്നലത്തെ സാഹചര്യങ്ങളാണോ ഇന്ന് നമ്മളെ അഭിമുഖീകരിച്ചത്? ഇന്നത്തെ സാഹചര്യങ്ങളാണോ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? നമ്മൾ ഇപ്പൊ ഒരു മീറ്റിങ്ങിന് പോകാന്നിരിക്കട്ടെ. വീട്ടിൽ നിന്ന് നന്നായിട്ട് ഒരുങ്ങി പൊളിച്ചൊരുങ്ങി കൃത്യസമയത്ത് വണ്ടി എടുത്ത് പോകാന്നിരിക്കട്ടെ. സന്തോഷത്തോടാ പോകുന്നത്. സന്തോഷം, നല്ല പാട്ടൊക്കെ പാടി സ്തോത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ട്രാഫിക് വളരെ ജാമായെന്ന് കൂട്ടിക്കും. അവിടെ നിന്ന് ആരാ സന്തോഷിക്കുന്നത്? ഭർത്താവ് ട്രാഫിക് ഇത്രയായതിന് സ്തോത്രം അങ്ങനെ പറയാറുണ്ടോ? അയ്യോ, മുമ്പിൽ കിടക്കുന്ന കാറുകാരനെയും ബൈക്കുകാരനെയും ഒക്കെ നമ്മള് എന്തോ ആയിരിക്കും പറയുന്നത് അല്ലേ? സന്തോഷം എന്ത് വിശന്ന് വീട്ടിൽ കയറി വന്നിരിക്കട്ടെ. കൃത്യസമയത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ആ യോഗം കൂടി എന്റെ സന്തോഷം ഇത്തരം കാണിക്കൂ. കർത്താവെ, ഭക്ഷണം താമസിക്കുന്നതിനാൽ സ്തോത്രം സ്തോത്രം അങ്ങനെ പറയോ? സന്തോഷം എന്തിയേ? ഈ മറ്റുള്ളവരൊക്കെ നല്ല അഭിപ്രായം നമ്മളെ കുറിച്ച് പറയണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? തെറ്റായ അഭിപ്രായം പറയുമ്പം കർത്താവെ, അവർ പറഞ്ഞ തെറ്റ അഭിപ്രായത്തിന് നന്ദിയോട് സ്തോത്രം അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് സാഹചര്യങ്ങൾ നമ്മുടെ സന്തോഷം കവർന്നു കളയാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പൗലോസ് അനുഭവിച്ചതായ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. എല്ലാം തനിക്ക് അനുകൂലമായിരുന്നോ? കൊട്ടയ്ക്കകത്ത് ട്രാൻസ്ഫർ കൊടുത്ത സമയമില്ലേ പൗലോസിന്? ആരും കാണേണ്ടത് കൊട്ടയ്ക്കകത്ത് കയറിയിരുന്നോ? ഞങ്ങൾ കെട്ടിയിറക്കാം. അങ്ങനെ ട്രാൻസ്ഫർ ആയി പോയ സമയങ്ങളില്ലേ പൗലോസ്? പക്ഷെ പൗലോസിന് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ
സാഹചര്യങ്ങളൊന്നും പൗലോസിനെ ബാധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ താൻ സന്തോഷിക്കുന്ന വ്യക്തിയായി. പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലം കൂടിയാ ഏത്? സന്തോഷം എന്ന് പറഞ്ഞാൽ പൗലോസ് അനുഭവിച്ച സന്തോഷം ഈ ലോകത്തിന്റെ സന്തോഷമല്ല, അത് സ്വർഗീയമായ സന്തോഷമായിരുന്നു. തനിക്ക് നേരെ വന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എത്ര വലിയതായിരുന്നല്ലേ, പക്ഷെ അതൊന്നും പൗലോസിന്റെ സന്തോഷത്തെ കെടുത്തി കളഞ്ഞില്ല. അവിടെയെല്ലാം പൗലോസിന് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയ്യോബിന്റെ ചരിത്രം നമുക്കത് പഠിക്കാൻ കഴിയും. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഇയ്യോബ് പറഞ്ഞത് എന്താണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ ഒരു നിലയിൽ നമ്മൾ എത്തിച്ചേരുവാനിടയാകണം. സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ സന്തോഷത്തെ എടുത്തു കളയും. അതാ 1-ാം അധ്യായം പഠിപ്പിക്കുന്നത്. 2-ാം അധ്യായത്തിൽ തനിക്ക് എതിരായി നിന്ന ആളുകൾ, മനുഷ്യർ, അതൊരു വലിയ വിഷയമാകട്ടോ. ആളുകൾ അല്ലെങ്കിൽ മനുഷ്യര്, ചിലപ്പോ മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മുടെ സന്തോഷം കെട്ടുപോകും. പൗലോസ് ഒരു വലിയ മിഷനറി ആയിരുന്നില്ലേ? പക്ഷേ തനിക്ക് പ്രസംഗം വരണമെങ്കിൽ ഒരുപാട് ആളെ കാണണമെന്നൊന്നും പൗലോസിന് നിർബന്ധമില്ല കേട്ടോ. പോസ്റ്ററിൽ ഒട്ടിച്ച് ബാനറൊക്കെ വരച്ചു കെട്ടി കട്ടൗട്ടറൊക്കെ വെച്ച് വലിയൊരു മീറ്റിംഗ് നടക്കാമെന്ന് വിചാരിക്കുക. പ്രസംഗിക്കാൻ ആള് വന്നപ്പോ ആളില്ലെങ്കിൽ ആ പ്രാസംഗികന്റെ സന്തോഷം പോകത്തില്ലേ? അല്ലേ? പക്ഷെ പൗലോസിനാവുന്ന ഒരു പ്രശ്നമല്ല. നമുക്കറിയാം, പുഴവക്കത്തിരുന്ന സ്ത്രീകളോട് താൻ പ്രസംഗിച്ചതായിട്ട് കാണാൻ കഴിയും, അല്ലേ? എന്ന് പറഞ്ഞാൽ ആളുകളോടുള്ള ബന്ധത്തിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് 2-ാം അധ്യായം പഠിപ്പിക്കുന്നത്. 3-ാം അധ്യായത്തിൽ വസ്തുവകകൾ സന്തോഷത്തെ കെടുത്തിക്കളയും. വസ്തുവകകൾ, വീട്, ഫർണിച്ചർ, അടുക്കളയിലുള്ള പാത്രങ്ങൾ, വസ്ത്രം, ഫോണ്, കമ്പ്യൂട്ടർ എന്ന് വേണ്ട നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുവകകൾ പലപ്പോഴും എന്ത് ചെയ്യും? സന്തോഷത്തെ കെടുത്തിക്കളയും. കർത്താവ് തന്നെ പറഞ്ഞത് എന്താ? വസ്തുവകയല്ല ജീവന്റെ ആധാരം. അപ്പോൾ ഈ ലോകത്തിലുള്ളതായ വസ്തുവകകളെല്ലാം ലഭിക്കുന്നു അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നമ്മുടെ സന്തോഷം. ഞാൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ആവശ്യമുണ്ടോ ആ ഉള്ളത് ദൈവം തരും, ഇല്ലാത്തത് ദൈവം തരത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, എന്റെ നിത്യതയെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കും. അതൊരു വലിയ കാര്യമാണ്. അപ്പൊ വസ്തുവകകളല്ല ആധാരമായിരിക്കേണ്ടത്. മറ്റൊരാൾക്കുള്ള വസ്തുവകകൾ ചിലപ്പോൾ നമുക്ക് ലഭിച്ചില്ലെന്ന് വരും, പക്ഷെ അത് നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ പാടില്ല. 4-ാം അധ്യായത്തിലെ വിഷയം ചിന്താഭാരമാണ്. ചിന്താഭാരം പലപ്പോഴും നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയാൻ സാധ്യതയുണ്ട്. ആകുലത. അപ്പോൾ 1-ാം അധ്യായത്തിൽ സാഹചര്യങ്ങൾ, 2-ാം അധ്യായത്തിൽ മനുഷ്യർ അല്ലെങ്കിൽ ആളുകൾ, 3-ാം അധ്യായത്തിൽ വസ്തുവകകൾ, 4-ാം അധ്യായത്തിൽ ചിന്താഭാരം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ, അപകരിച്ചു കളയുവാൻ സാധ്യതയുള്ളതായ കാര്യങ്ങളാണ്. എന്നാൽ പൗലോസിന്റെ ലേഖനത്തോടുള്ള ബന്ധത്തിൽ പൗലോസിന്
ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. തന്റെ സന്തോഷം കെട്ടുപോയില്ല. ഏത് സമയത്തും തനിക്ക് സന്തോഷമായിരുന്നു. അതുകൊണ്ടാണ് ലേഖനത്തിൽ കൂടെ പൗലോസ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരെ സന്തോഷിക്കുവാനായിട്ട് താന് പ്രോത്സാഹിപ്പിച്ചിരുന്നതെന്ന് നമുക്ക് ഈ ലേഖനത്തിൽ കൂടെ പഠിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ സന്തോഷം കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ക്രിസ്തുവിൽ ആരംഭിക്കുവാനിടയാകും. ഏത് വിഷയങ്ങളായിരുന്നാലും ക്രിസ്തുവിലായിരിക്കണം. മാത്രമല്ല, നമ്മളിലൊക്കെ ഓരോ കുറ്റവും കുറവുകളും ബലഹീനവും ഒക്കെ കാണും. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. മാത്രമല്ല, ദിനം പ്രതി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നവരായിരിക്കണം. തീർന്നില്ല. ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിപ്പാൻ നമ്മൾ കാത്തിരിക്കണം. അവസരങ്ങൾ നമ്മളെ തേടി വരത്തില്ല. ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. നമുക്കൊരു അവസരം നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും അത് ലഭിക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടമാക്കി കളയരുത്. ആ അവസരങ്ങൾ സുവർണ അവസരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊള്ളണം. നെഹെമ്യാവ് 8:10 എന്താ പറഞ്ഞിരിക്കുന്നേ? യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് കേട്ടോ. ചിലപ്പോൾ മറ്റുള്ളവരോടുണ്ടാകുന്ന നീരസം, മറ്റുള്ളവരോടുണ്ടാകുന്ന കയ്പ്, കോപം, ക്ഷമിപ്പാൻ കഴിയാത്തൊരു മനോഭാവം, അനുസരണക്കേട്, ഇതെല്ലാം നമ്മുടെ സന്തോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ പൗലോസിന്റെ സന്തോഷത്തെക്കുറിച്ചും ആ സന്തോഷത്തിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചും ആ സന്തോഷം എടുത്തു കളയുന്നതായിരിക്കുന്ന വിവിധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചിന്തിപ്പാനിടയായത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ ലേഖനത്തിൽ. അതുകൊണ്ടാണ് ഒരു ക്ലാസ് അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചത്. ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ ലേഖനം നമ്മൾ തുടർന്ന് പഠിക്കുവാൻ. തീർച്ചയായും എനിക്കറിയാം ഇന്ന് രാത്രിയിലെ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ദൈവവചനം ഞാൻ പഠിച്ചപ്പോൾ എനിക്കത് വളരെ ആസ്വദിക്കുവാനും എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ പരിശോധിക്കുവാനൊക്കെ ദൈവം എനിക്ക് സാവകാശം നൽകി. നാം പഠിക്കുന്നതായ വചനം മറ്റുള്ളവരോട് നമ്മൾ പറയുന്നതിന് മുമ്പായി നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കേണ്ടതായ ഒരു വലിയ ദൗത്യം നമ്മളിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പഠിച്ച ദൈവവചനം അത് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി എല്ലാവരെയും